വലിയ പ്രതിഷേധങ്ങളാണ് തിങ്കളാഴ്ച കേരളത്തിൽ അരങ്ങേറിയത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ അടിമാലി കാഞ്ഞിരവേലിയിൽ ഇന്ദിരാ രാമകൃഷ്ണനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കോതമംഗലത്ത് വൻ പ്രതിഷേധം നടന്നു. വന്യമൃഗശല്യത്തിന് സർക്കാർ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വീട്ടമ്മയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായി. വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ട ശേഷം മതി പോസ്റ്റ്മോർട്ടം എന്നാണ് ഇന്ദിരയുടെ കുടുംബത്തിന്റെ നിലപാട്. മന്ത്രി റോഷി അഗസ്റ്റിനും പി രാജീവും വിളിച്ച് ചർച്ച നടത്തുകയും വനമന്ത്രി AK ശശീന്ദ്രൻ കളക്ടറെ വിളിച്ച് ശനിയാഴ്ച ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേരുവാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും നിരവധി പേരാണ് അടുത്തിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത്. അതിനിടെ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് KSU. വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്യുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ കൊന്നത് SFI എന്ന മുദ്രാവാക്യമുയർത്തി SFI വിചാരണ കോടതികൾ പൂട്ടുക, ഇടിമുറികൾ തകർക്കപ്പെടുക, ഏകസംഘടനാവാദം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. അതേസമയം സിദ്ധാർത്ഥിൻ്റെ മരണത്തെ തുടർന്ന് KSU വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു.